ജോലിയോടൊപ്പം പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നേരിട്ടൊരു വെല്ലുവിളി ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ആ സമയത്ത് ഏണസ്റ്റ് അക്കാദമി വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അവരുടെ വീഡിയോ ക്ലാസ്സും അതേപോലെ മോക്ക് ടെസ്റ്റും എന്നെ പഠനത്തിൽ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എന്നെ സഹായിച്ച എല്ലാ ഫാക്കൽറ്റികളോടും, ഏണസ്റ്റ് അക്കാദമിയിലെ എല്ലാ ഫാക്കൽറ്റികളോടും, മെൻറ്റർ ജീസൺ സാറിനോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഹലോ, ഏണസ്റ്റ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ടോപ്പ് സ്റ്റോക്കിലുള്ളത് നമ്മളോടൊപ്പം അർഫാത്താണ്. റീസെൻ്റ് ആയിട്ട് കേരള PSC പബ്ലിഷ് ചെയ്ത മെക്കാനിക്കൽ ബേസ്ഡ് ചെയ്ത ടെക്നിക്കൽ എക്സാംസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കുറേ അധികം ലിസ്റ്റുകൾ ഇദ്ദേഹം ടോപ്പ് റാങ്ക് ഹോൾഡറാണ്. അർഫാത്ത് നമ്മുടെ സ്റ്റുഡൻ്റാണ്. ജോലിയോടൊപ്പം തൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെ കൊണ്ടുപോയി, അദ്ദേഹം പ്രിപ്പറേഷനിൽ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചത്, എന്തൊക്കെയാണ് റാങ്ക് മേക്കിംഗ് ടിപ്സ് തുടങ്ങിയ പല കാര്യങ്ങൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. എൻ്റെ പേര് അറഫാത്ത് കാരപ്പുള. ഞാൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി സ്വദേശിയാണ്. 8ാം ക്ലാസ് മുതൽ തന്നെ എൻ്റെ ടെക്നിക്കൽ ജീവിതം ആരംഭിച്ചിട്ടുണ്ട്. 8 മുതൽ 10 വരെ ടെക്നിക്കൽ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അതിനുശേഷം ഡിപ്ലോമ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലെടുത്തു. അതിനുശേഷം BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ആക്കി. അത് കഴിഞ്ഞ് മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് PG കൂടി എടുത്തിട്ടുണ്ട്. നിലവിൽ ഞാൻ സീനിയർ ഡ്രില്ലറായിട്ട് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ്. അതിനു മുമ്പ് ഫോർമാനായിട്ട് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നു. ടെക്നിക്കൽ PSC തിരഞ്ഞെടുക്കാനുള്ള കാരണം ചെറുപ്പം മുതലേ ടെക്നിക്കൽ ഹൈസ്കൂൾ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് കാരണം ജനറൽ PSCനേക്കാൾ എളുപ്പമായിരിക്കും എനിക്ക് പഠിക്കാൻ. സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് ഞാൻ ടെക്നിക്കൽ PSC തിരഞ്ഞെടുത്തത്. പിന്നെ PSC ചൂസ് ചെയ്യാൻ കാരണം എനിക്ക് നാട്ടിൽ നിൽക്കാനാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ ഒരു ഫിക്സഡ് സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സെക്യൂർ ആയിട്ടുള്ള ജോബ് എന്ന് പറഞ്ഞ PSC ആണ്. സ്വാഭാവികമായിട്ട് അത് ചൂസ് ചെയ്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2017 വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫോർമാൻ്റെ നോട്ടിഫിക്കേഷൻ മുതലാണ് ഞാൻ കേരള PSC കാര്യമായിട്ട് നോക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ഫലമായിട്ട് ആ റാങ്ക് ലിസ്റ്റിൽ 3ാം റാങ്ക് ലഭിക്കുകയും 2022 വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. 2022 ഫോർമാനായിട്ട് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് താല്പര്യമുള്ള ചില പോസ്റ്റുകളിൽ നോട്ടിഫിക്കേഷൻ വരുന്നത്. AMVI, പോളിടെക്നിക്കിലെ ലെക്ചററി പോസ്റ്റ്, അതേപോലെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ ഡ്രില്ലർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മുതലായവയായിരുന്നു അത്. അത് കാരണം തന്നെ ഞാൻ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ പ്രിപ്പറേഷൻ ആരംഭിച്ചു. പ്രിപ്പറേഷനിൽ നേരിട്ട പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ജോലിയോടൊപ്പം പഠനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിന് ഞാൻ കണ്ടെത്തിയ മാർഗം ജോലി സമയം കഴിഞ്ഞിട്ട് മുഴുവൻ സമയവും പഠനത്തിന് മുൻതൂക്കം നൽകുകയായിരുന്നു. അതുപോലെ തന്നെ അവധി ദിവസങ്ങളും പഠനത്തിനാണ് കൂടുതൽ മുൻതൂക്കം നൽകിയത്. അങ്ങനെയാണ് എൻ്റെ പ്രിപ്പറേഷൻ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത്. എക്സാമിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞത് 2 രീതിയിലാണ്. ഒന്ന്, നമ്മൾ സിലബസ് കവർ ചെയ്യുക, അതിനുവേണ്ടി വീഡിയോ ക്ലാസ്സുകൾ മറ്റും കാണുക. അതിനുവേണ്ടി ഞാൻ കൂടുതൽ യൂസ് ചെയ്തത് ഏണസ്റ്റ് അക്കാദമിയുടെ ആപ്പ് ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു തലം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് കൂടുതൽ കവർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഈ ഏണസ്റ്റ് അക്കാദമിയുടെ ആപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ മറ്റു സംസ്ഥാനങ്ങളുടെ PSC ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളിലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിരുന്നു. ചില ഓൺലൈൻ സൈറ്റിലെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിരുന്നു. അങ്ങനെ മാക്സിമം മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാക്സിമം കവർ ചെയ്തിരുന്നു. അങ്ങനെയാണ് എൻ്റെ എക്സാം പ്രിപ്പറേഷൻ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത്. പഠനത്തിൽ എൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ വീക്ക് പോയിൻ്റ് അല്ലെങ്കിൽ എത്രത്തോളം എനിക്ക് ആ സബ്ജക്റ്റിൽ നോളജ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ വീക്ക് പോയിൻ്റ് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ വീണ്ടും സിലബസ് എടുത്ത് അതിൻ്റെ തിയറി പോർഷൻസിൻ്റെ വീഡിയോ അല്ലെങ്കിൽ അത് വായിക്കുകയോ ചെയ്തിട്ട് വീണ്ടും ഞാൻ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിലേക്ക് വരികയും അത് വീണ്ടും നോക്കി അങ്ങനെ എൻ്റെ നോളജ് ലെവൽ ഞാൻ പടിപടിയായിട്ട് വർദ്ധിപ്പിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഒറ്റയടിക്ക് സിലബസ് കവർ ചെയ്യുകയോ ഒറ്റയടിക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുകയോ ചെയ്യുകയില്ല. രണ്ടും ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പുതിയതായി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, പഴയ കാലഘട്ടം പോലെയല്ല, ഇപ്പോൾ കോമ്പറ്റീഷൻ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് കോർ സബ്ജക്റ്റുകളൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. പിന്നെ എക്സാം വരുന്ന സമയത്ത് ആ എക്സാമിൻ്റെ സിലബസ് അനുസരിച്ച് ആ സമയത്ത് കൂടുതൽ പഠിക്കുക. അതിനു മുമ്പായിട്ട് നിങ്ങൾ കോമൺ ആയിട്ടുള്ള മെക്കാനിക്കൽ സബ്ജക്റ്റും കാര്യങ്ങളും നല്ല നോളജ് ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. PSC തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ, ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ശരാശരി സ്റ്റുഡൻ്റ് ആയിരുന്നു. എപ്പോഴാണ് ഞാൻ PSC ഒരു മെയിൻ കാര്യമായി കരുതിയത്, അന്ന് മുതൽ ഞാൻ കൂടുതൽ സമയം PSC പഠിക്കാൻ വേണ്ടിയിട്ട് മുൻതൂക്കം കൊടുത്തിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഉയർന്ന റാങ്ക് നേടി ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത്. ജോലിയോടൊപ്പം പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നേരിട്ടൊരു വെല്ലുവിളി ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായിരുന്നു.
ആ സമയത്ത് ഏണസ്റ്റ് അക്കാദമി വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അവരുടെ വീഡിയോ ക്ലാസ്സും അതേപോലെ മോക്ക് ടെസ്റ്റും എന്നെ പഠനത്തിൽ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എന്നെ സഹായിച്ച എല്ലാ ഫാക്കൽറ്റികളോടും, ഏണസ്റ്റ് അക്കാദമിയിലെ എല്ലാ ഫാക്കൽറ്റികളോടും, മെൻറ്റർ ജീസൺ സാറിനോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് അവസാനമായി എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക. ആദ്യമായിട്ട് നിങ്ങൾക്ക് സബ്ജക്റ്റിലുള്ള നോളജ് എത്രത്തോളം ഉണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ സ്പീഡ്, ആക്യുറസി എത്രത്തോളം ഉണ്ട്, എന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു പഠന രീതിയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിന് നിങ്ങൾക്ക് 3 രീതിയിലുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ സ്വയം പഠനം, സ്വന്തമായിട്ട് പുസ്തകങ്ങൾ അല്ലെങ്കിൽ വീഡിയോസൊക്കെ കണ്ടെത്തി യൂട്യൂബിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാം. അതല്ലെങ്കിൽ കമ്പൈൻഡ് സ്റ്റഡി, കൂട്ടുകാരുമൊത്തോ അല്ലെങ്കിൽ കുറച്ച് പേര് ഒരുമിച്ചിരുന്നോ പഠിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പേർട്ടിൻ്റെ സഹായം തേടാം. ഇങ്ങനെ ഈ 3 രീതി ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കാരണം നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കാണ് കൂടുതൽ നന്നായി അറിയുക. ഒരു കാര്യം കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്, എക്സാം ഹാളിലെ നമ്മളെ മൈൻഡ് സെറ്റാണ്. എക്സാമിന് ഒരിക്കലും നമ്മൾ 100 മാർക്ക് മേടിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും ഹാളിൽ നിങ്ങൾ പോകരുത്. നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാം ഹാളിൽ ചെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോഴും ചില നേരത്ത് നമ്മൾ പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ തെറ്റായിട്ട് രേഖപ്പെടുത്താറുണ്ട്. ആ സമയത്ത് നിങ്ങൾ പാനിക്കാവരുത്. നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസ് വളരെ വൃത്തിയിൽ ചെയ്ത് എക്സാം നല്ല രീതിയിൽ പൂർത്തിയാക്കുക. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള മാർക്ക് നിങ്ങൾക്ക് നേടും. ഒരു കാരണവശാലും അധികം നെഗറ്റീവ് മാർക്ക് വരുന്ന രീതിയിൽ നിങ്ങൾ എക്സാമിനെ അറ്റൻഡ് ചെയ്യരുത്. നിങ്ങൾ അർഹിക്കുന്ന സക്സസ് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഓൾ ദി ബെസ്റ്റ്.